ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ അവസാന സമയത്ത് മകളെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു. ആരാണ് മകള്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മകള് വന്നപ്പോൾ മകളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകളെ, തൊഴുത്തിൽ ഒരു ഒട്ടകമുണ്ട്, അതിൻ്റെ പാലാണ് ഞാൻ കുടിക്കുന്നത്, നീയൊന്ന് ആ ഒട്ടകത്തെ പോയി കാണുക. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ഒട്ടകത്തെ തൊഴുത്തിൽ പോയി കണ്ടു. തിരിച്ചു വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒട്ടകത്തെ കണ്ടു, ഒട്ടകത്തിന് ഒരു കുഴപ്പവുമില്ല, റാഹത്തിലാണ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന കോട്ടില്ലേ, അതൊന്ന് എടുത്തു നോക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബാപ്പാക്ക് എന്തു പറ്റി എന്നുള്ള ചിന്തയോടുകൂടെ ആ കോട്ടെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഇതിനൊരു കുഴപ്പമില്ല, ഒരു ഓട്ടയോ അങ്ങനെ ഒരു സംഭവമില്ല, മുഷിഞ്ഞിട്ടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ, ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത്. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഖലീഫയായതുകൊണ്ടാണ്. എൻ്റെ കാലശേഷം ഇത് അടുത്ത ഖലീഫക്കുള്ളതാണ്. അതുകൊണ്ട് ഇത് ഉമറിനെ ഏൽപ്പിക്കണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഖലീഫമാർ. നമുക്ക് അവരിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്, ജീവിതത്തിൽ തിരുത്താനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുറിച്ച് പഠിക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.